നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളിൽ ചില ആളുകളൊക്കെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാം ഒരു അക്കൗണ്ടിൽ ഡിസപ്പിയർ മെസ്സേജസ് ഓൺ ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഡിസപ്പിയർ മെസ്സേജ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഇതുപോലെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഫീച്ചർ. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം 24 മണിക്കൂർ 7 ദിവസം 90 ഡേയ്സ് ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 24 ഹവേഴ്സാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ 24 ഹവേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം അയാൾ എന്ത് മെസ്സേജ് അയക്കുന്നു 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട മെസ്സേജോ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത മെസ്സേജുകളൊക്കെ ഡിലീറ്റായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസപ്പിയർ മെസ്സേജസ് ചില സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ മെസ്സേജ് സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനോ ഒക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജ് പിന്നീട് തിരിച്ച് കിട്ടില്ല. ഇതിന് വാട്സപ്പിനകത്ത് ചെറിയൊരു ഫീച്ചറുണ്ട്. അതായത് ഇത്തരത്തിൽ നമ്മൾ ഡിസപ്പിയർ മെസ്സേജ് ചെയ്ത ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരയച്ച മെസ്സേജ് ഡിലീറ്റായി പോകാതിരിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് തന്നെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഫീച്ചർ ഏതാണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ മുകളിലായിട്ട് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതായത് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം, നമുക്കൊരു ടൈമർ ചിഹ്നം കാണാൻ സാധിക്കും. അതാണ് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത വ്യക്തികളെ കാണാൻ സാധിക്കുക. അത് എത്ര മണിക്കൂറാണ്, അല്ലെങ്കിൽ 24 ഹവേഴ്സ് ആണോ 7 ദിവസമാണെന്നൊക്കെ അയാളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മെസ്സേജ് ഇപ്പോൾ അല്പസമയം മുമ്പ് അയച്ച മെസ്സേജാണ്. പക്ഷേ ഇത് 24 ഹവേഴ്സ് ആയാൽ ഈ മെസ്സേജൊക്കെ ഡിലീറ്റായി പോകും. അപ്പോൾ എനിക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുള്ള മെസ്സേജ് ഞാൻ ചെയ്യേണ്ടത് ആ മെസ്സേജ് ഇപ്പോൾ അയാൾ അയച്ച മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആകും. സെലക്ട് ആയതിനു ശേഷം മുകളിലേക്ക് നോക്കുക, കുറേ ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഷെയർ ബട്ടണാണ്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. തൊട്ടടുത്തായിട്ട് ഡിലീറ്റ് ബട്ടൺ തൊട്ടടുത്തായിട്ട് ഇതാ ഈ കാണുന്ന അരോ മാർക്ക്, ഇത് കീപ്പ് എന്നൊരു ഫീച്ചറാണ്. ഇത് പല ആളുകൾക്കും അറിയില്ല, പല ആളുകളും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല, പലർക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കീപ്പ് എന്ന് കാണുന്ന ഈ ഒരു ചിഹ്നം, മുകളിൽ കാണുന്ന ഈ ചിഹ്നത്തിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു മെസ്സേജാണോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആ മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ഹായ് എന്നുള്ളത്, ഇത് ഡിലീറ്റ് ആയി പോകേണ്ടതാണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന ഈ ചിഹ്നം, താഴെ ഭാഗത്തേക്കുള്ള ചിഹ്നം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിലും ആ ഫോട്ടോയിലും ആ മെസ്സേജിലും നമുക്ക് മുകളിൽ കണ്ട അതേ ചിഹ്നം തന്നെ കാണാൻ സാധിക്കും. ചെറുതായിട്ട് ഒന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ആയി പോകില്ല, അത് അവിടെ തന്നെ കാണും. 24 ഹവേഴ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ 7 ദിവസമാണ് സെലക്ട് ചെയ്തെങ്കിൽ 7 ദിവസം കഴിഞ്ഞാലും ആ മെസ്സേജ് അവിടെ ഉണ്ടാകും. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത മെസ്സേജ്, ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന, കീപ്പ് ചെയ്ത് വെക്കുന്ന മെസ്സേജ് അപ്പുറത്തുള്ള വ്യക്തിക്കും കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ മെസ്സേജ് എന്ന് അയാൾക്ക് കാണാൻ സാധിക്കും. അയാൾ കൂടി നിങ്ങൾക്ക് അത് അനുവദിച്ച് തന്നാൽ മാത്രമേ ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോകാതിരിക്കുകയുള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ ആ മെസ്സേജ് ഇതുപോലെ കാണിക്കും. അയാൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് മുകളിൽ കാണുന്ന ഈ കീപ്പ് എന്നുള്ളതിലെ ഇൻറ്റു ബട്ടൺ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യുന്നത്, അതായത് സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്നത് അയാൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ അനുവാദം കൂടെ മാത്രമേ ഇതിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് സാധിക്കില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.